طويل الشوق يبقى في اغترابي فقير في الحياة من الصحاب. അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളെല്ലാം മനസ്സിലാക്കിയിരിക്കേണ്ട 3 പദങ്ങളുണ്ട്. 1 റിയാ, 2 തകാസുർ, 3 കിബർ. ഇത് മൂന്നും ശരിക്കും ഒന്നായിട്ട് ചില ആൾക്കാരൊക്കെ പറയാറുണ്ട്. ശരിക്കും മൂന്നായിട്ട് തന്നെ നമ്മൾ പഠിക്കണം എന്ന് തോന്നുന്നു. റിയാ എന്ന് പറയുന്ന സംഭവം എന്താ വെച്ചാൽ ലോകമാന്യതയാണ്. തകാസുർ എന്ന് പറയുന്നത് പെരുമ നടിക്കലാണ്. കിബർ എന്നത് അഹന്തയാണ്. ഇത് മൂന്നായിട്ട് തന്നെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് മൂന്നായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. റിയാ എന്ന് പറഞ്ഞ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരാൾ ഇൽമ അഭ്യസിക്കുകയാണ്, അല്ലെങ്കിൽ ഇൽമ പകർന്നു കൊടുക്കുകയാണ്. അപ്പോൾ അയാളുടെ ലക്ഷ്യം ഞാനൊരു അറിവുള്ളവനാണെന്ന് ആൾക്കാരറിയട്ടെ, അല്ലെങ്കിൽ പാവപ്പെട്ട അല്ലെങ്കിൽ വിവരം കുറഞ്ഞ ആൾക്കാരുടെ അടുത്ത് പോയിട്ട് ഡിബേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ വലിയ വലിയ പണ്ഡിതന്മാരുടെ സാമീപ്യം കിട്ടാൻ. ഇതൊക്കെയാണ് അയാളുടെ ലക്ഷ്യമെങ്കിൽ നരകത്തിൽ അവൻ്റെ സീറ്റ് റിസർവ്ഡ് ആണ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഏതെങ്കിലും നിങ്ങളൊരാൾ സാധുക്കളുമായിട്ട് വാദപ്രതിവാദം നടത്താനോ, അല്ലെങ്കിൽ ഞാനൊരു ആലിമാണെന്ന് കാണിക്കാനോ, അല്ലെങ്കിൽ പണ്ഡിതന്മാരുടെ സാമീപ്യത്തിനോ വേണ്ടിയിട്ട് നിങ്ങൾ ഇൽമ അഭ്യസിക്കുന്നുണ്ടെങ്കിൽ നരകം ഉറപ്പിച്ചോളട്ടെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതാണ് റിയാ, ലോകമാന്യത എന്ന് പറയുന്ന സംഭവം. നമ്മളൊരാൾ നമസ്കരിക്കുകയാണ്, അപ്പോൾ ഞാനൊരു നിസ്കാരക്കാരനാണെന്ന് ആൾക്കാർ കാണട്ടെ എന്നാണ് നമ്മളെ വിശ്വാസം, നമ്മുടെ നിയത്ത് എങ്കിൽ അതിനാണ് റിയാ എന്ന് പറയുക. ആ റിയാ ചെറിയ ഷിർക്കാണ് എന്നൊക്കെയാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. റിയാ നരകത്തിലേക്ക് എത്തിക്കുന്ന പാപമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ തകാസുർ എന്ന് പറഞ്ഞാൽ പെരുമ നടിക്കലാണ്. നമ്മൾ സൂറത്ത് തകാസുർ ഇല്ല, അൽഹാക്കുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂൻ, ആ അധ്യായത്തിൽ പറഞ്ഞ തകാസുർ. നമ്മളിപ്പോൾ സമ്പത്തിലും തകാസുറും ഫിൽ അംവാലി വൽ ഔലാദ് എന്ന് പറഞ്ഞിട്ടില്ല ഖുർആനിൽ. നമ്മുടെ കുട്ടികളിൽ, നമ്മുടെ സമ്പത്തിൽ, നമ്മളുടെ തോട്ടത്തിൽ, നമ്മുടെ വാഹനത്തിൽ, നമ്മുടെ വസ്ത്രത്തിൽ, നമ്മളുടെ കിട്ടിയ അനുഗ്രഹങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? പെരുമ നടിക്കുക. മറ്റുള്ളവരുടെ മുന്നിലൊക്കെ ഒന്ന് കാണട്ടെ, അല്ലെങ്കിൽ നമ്മൾ ഈ കാര്യത്തിൽ നമുക്കുള്ള ഒരു പെരുമ നടിക്കൽ മനസ്സിലായിണ്ടാവുമല്ലോ. അതിനാണ് തകാസുർ എന്ന് പറയുക. അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുള്ള എന്താണ്? പരിശുദ്ധ ഖുർആനിലത്തെ സൂറത്ത് തകാസുറിൽ പറഞ്ഞിട്ടുള്ളത് കല്ലാ സൗഫ തഅലമൂൻ, അവരറിയും. സുമ്മ കല്ലാ സൗഫ തഅലമൂൻ കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ ലതറവുന്നൽ ജഹീം, നിങ്ങൾ കാണുക തന്നെ ചെയ്യും, നിങ്ങൾ ജഹീം അല്ലെങ്കിൽ ആ അഗ്നി കാണുക തന്നെ ചെയ്യും. ലതറവുന്നൽ ജഹീം സുമ്മ ലതസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, നിങ്ങൾക്ക് നൽകപ്പെട്ട നിഅമത്തുകളെ തൊട്ട് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ഇതൊക്കെ നിഅമത്താണെന്ന് മനസ്സിലാക്കാത്ത ആൾക്കാരാണ് അതൊക്കെ എൻ്റെ ഒരു കഴിവുകൊണ്ടാണ് ഇത് കിട്ടിയത് എന്ന് മനസ്സിലാക്കിയിട്ട്, അല്ലെങ്കിൽ തെറ്റിദ്ധരിച്ചിട്ടാണ് പെരുമ നടിക്കുന്നത്. പലപ്പോഴും എനിക്കൊക്കെ വ്യക്തിപരമായിട്ട് ഒരു സഹതാപാണ് ഇങ്ങനത്തെ ആൾക്കാരോട് തോന്നിയിട്ടുള്ളത്. വലിയ ബിസിനസ്സുകാർ ഒരു ദീനിൻ്റെ യാതൊരു ലാഞ്ചനയോ പടച്ചോനെ പേടിയോ ഇല്ലാതെ ജീവിക്കുക, ഒരു ഹക്കും ബാത്തിലും നോക്കാതെ, വലിയ ഇതൊക്കെ എൻ്റെ പരിശ്രമം കൊണ്ട്, എൻ്റെ അധ്വാനം കൊണ്ട് എനിക്ക് കിട്ടിയതാണെന്നുള്ള തെറ്റിദ്ധാരണ. നിങ്ങൾ നോക്കൂ, ഈ തകാസുർ നമ്മൾ എത്തിക്കുക നരകത്തിലേക്കാണെന്നുള്ളൊരു സംശയമില്ലാത്ത കാര്യമാണ്. അഹങ്കാരം അവസാനമായിട്ട് മനുഷ്യനെ എത്തിക്കുക നിരീശ്വരവാദത്തിലേക്കാണ്. ഇതൊക്കെ എനിക്ക് പടച്ചോൻ നൽകിയതാണ്. നമുക്ക് സൂറത്തുൽ കഹ്ഫിലെ ഒരു സംഭവം പറയുന്നുണ്ട്. 18-ാം അധ്യായം സൂറത്തുൽ കഹ്ഫിലെ 30 കഴിഞ്ഞിട്ടൊരു വചനത്തിലാണ് വദഖല ജന്നതഹു വഹുവ ളായിമുൻ ലിനഫ്സി എന്ന് തുടങ്ങുന്ന വചനത്തിൽ പറയുന്നുണ്ട് ഒരു രണ്ടാൾക്കാരുടെ കഥ. അതിൽ പറയുന്നത്, ഒരാൾ അയാളുടെ തോട്ടത്തിൽ കയറിയിട്ട് പറയാണ്, ഇതൊന്നും ഇപ്പോൾ അടുത്തൊന്നും നശിച്ചു പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഇതൊക്കെ ഉള്ളിടത്തോളം എനിക്ക് പേടിക്കാനൊന്നുമില്ല, ഞാനൊക്കെ സുരക്ഷിതനാണ്. ഇതൊക്കെ നമുക്ക് ഇപ്പോൾ അത് പറയാൻ, പ്രത്യേകിച്ചും നമുക്കിപ്പോൾ ഉദ്ധരിക്കേണ്ട ആൾക്കാർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു വചനമാണിതെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ നോക്കൂ, എത്ര നിസ്സഹായനാണ് മനുഷ്യൻ, എത്ര വലിയ സമ്പത്തും സൗകര്യങ്ങളും എല്ലാം ഉണ്ടായിട്ടും നാട്ടിൽ മരണപ്പെട്ട ഉപ്പാനെ കാണാൻ പോകാത്ത ആൾക്കാർ, ഇപ്പോൾ പോകാൻ പറ്റാത്ത ആൾക്കാർ, യാതൊരു പേടിക്കേണ്ടതില്ല എന്ന രീതിയിൽ ജീവിച്ച ആൾക്കാർ സഹായത്തിന് വേണ്ടി മറ്റുള്ളവരെ വിളിക്കുന്ന അവസ്ഥ. എല്ലാം നിലച്ചുപോയി, ബിസിനസ്സൊക്കെ തകർന്ന് തരിപ്പണായിപ്പോയി. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വചനമുണ്ട് പരിശുദ്ധ ഖുർആനിൽ, യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്. ഇത് ശരിക്കും നമ്മളെ ഹൃദയത്തിൽ കൊത്തിവെക്കണം. ജനങ്ങളെ, നിങ്ങളൊക്കെ അള്ളാഹുലേക്ക് ഫക്കീറുകളാണ്, നിങ്ങൾ ആവശ്യക്കാരാണ് പടച്ചവനിലേക്ക്. നിങ്ങൾക്കിതൊക്കെ തന്നിട്ടുള്ള എന്തിനാണ്? നമ്മൾ വീട്ടിൽ എഴുതി വെക്കാറില്ലേ, ഹാദാ മിൻ ഫദ്ലി റബ്ബി, അതിൻ്റെ ബാക്കി എഴുതാറില്ല.
ഇതൊക്കെ എനിക്ക് പടച്ചോൻ തന്നാന്ന് എഴുതി വെക്കും. അതിന്റെ ബാക്കി എന്താ? ലിയബുലുവനി അഷ്കുറു ഔ അക്ഫുർ എന്നാണ് ഞാൻ മനസ്സിലാക്കിയുള്ള പദങ്ങൾ തെറ്റുണ്ടോന്ന് അറിയില്ല. ഞാൻ നന്ദി ചെയ്യുന്നുണ്ടോ, നന്ദി കെട്ടവനാണോ എന്ന് പടച്ചോൻ നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് അതിന്റെ ബാക്കി. അതാരും എഴുതാറില്ല. ഇതൊക്കെ പടച്ചോൻ തന്നാണ്, ഇതൊക്കെ പടച്ചോൻ എനിക്ക് നൽകിയതാണെന്ന് നമ്മളിങ്ങനെ എഴുതി വെക്കും. അപ്പൊ ഇതന്നെ, ഈ ആറ്റിറ്റ്യൂഡാണ് നമ്മൾ മാറ്റേണ്ടത്. പടച്ചവൻ നമ്മളൊക്കെ ഇതൊക്കെ തന്നിട്ടുള്ളത് പരീക്ഷിക്കാനാണ് എന്ന് നമ്മൾ മനസ്സിലായാൽ നമ്മൾ വിനയാന്വിതരായിട്ട് പോകും. നമ്മളിതൊക്കെ നൽകപ്പെട്ടിട്ടുള്ളത് എന്താണ്? അതിനനുസരിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള വിചാരണ നമ്മൾ നേരിടേണ്ടി വരും. 50 സന 50 വർഷമൊക്കെ വിചാരണ നേരിടേണ്ടി വരുന്ന ആൾക്കാരുണ്ട് എന്നൊക്കെ പണ്ഡിതന്മാരിന്ന് കേട്ടിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല രക്ഷിക്കുമാറാകട്ടെ. പ്രവാചകരുടെ ഒരു പ്രാർത്ഥന ഉണ്ടെന്നാ, അള്ളാഹുവേ മുഹമ്മദിനും കുടുംബത്തിനും അന്നേക്കുള്ളത് നൽകണേ, അന്നേക്ക് ഭക്ഷിക്കാനുള്ളത് നൽകണേ, അത് മാത്രം നൽകണേ എന്നാണ് തോന്നുന്ന പ്രാർത്ഥന. ഇത് സ്വഹീഹായ ഒരു ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന അപ്രകാരമായിരുന്നു. അന്നേക്കുള്ളത് മതി ഒരു കണക്കിന് പടച്ചതമ്പുരാന്റെ വലിയ വിചാരണകൾ, ദീർഘമായ വിചാരണകൾ നേരിടാതിരിക്കാൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല ദീർഘമായ വിചാരങ്ങളിൽ നിന്ന് നമ്മളൊക്കെ രക്ഷിക്കുമാറാകട്ടെ. പിന്നെ മൂന്നാമത്തെ കാര്യം കിബ്റാണ്. അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തിട്ടുള്ള മനോഹരമായ ഒരു ഡെഫിനിഷൻ ഉണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ, അൽ കിബ്റു ബത്റുൽ ഹഖി വ ഗംതുൻ നാസ്. സത്യത്തോട് വിമുഖത കാണിക്കുക, ജനങ്ങളെ കൊച്ചാക്കുക. ഒരു കാര്യം ഒരാൾ പറഞ്ഞാൽ അത് സത്യമാണെങ്കിലും അതിനെ കല്ലിവല്ലിയാക്കുക, അല്ലെങ്കിൽ അത് സത്യമാണോ അസത്യമാണോ എന്ന് പരിശോധിക്കാനുള്ള മനസ്സ് പോലും കാണിക്കാതിരിക്കുക. അതിനാണ് ബത്റുൽ ഹഖ് എന്ന് പറയാം. മനസ്സിലായോ? പിന്നെ ഗംതുൻ നാസ് എന്ന് പറഞ്ഞാൽ ജനങ്ങളൊക്കെ എന്നെക്കാൾ പൈസ കുറഞ്ഞവരാണ്, എന്നെക്കാൾ ഇൽമു കുറഞ്ഞവരാണ്, ജനങ്ങളൊക്കെ കല്ലിവല്ലിയാക്കുക, ജനങ്ങളൊക്കെ എൻ്റെ മുന്നിൽ അവരൊന്നും ഒന്നല്ല, അതിലാണ് ഗംതുൻ നാസ് എന്ന് പറയാം. നമ്മൾ ശരിക്കും നമ്മൾ എന്താണ്, പടച്ച തമ്പുരാൻ എന്താണ് എന്നൊക്കെ നമ്മളൊന്ന് ശരിക്കൊന്ന് മനസ്സിലാക്കിയാൽ നമ്മളൊക്കെ ശരിക്കും വിനയാന്വിതരായി പോകും. ഈ പ്രപഞ്ചത്തിലെ കോടാനുകോടി ഗാലക്സികൾ ഒരു ഗാലക്സിയാണ് മിൽക്കി വേ എന്ന് പറയാം. നമ്മളെ ഭൂമി നിൽക്കുന്നതിന് ക്ഷീരപഥം എന്നാ പറയാം. മിൽക്കി വേ ഗാലക്സിയിൽ തന്നെ ഉണ്ട് 10,000 കോടി നക്ഷത്രങ്ങൾ എന്നാ. 30,000 കോടി നക്ഷത്രങ്ങളിലെ ഒരു ഗാലക്സികളിൽ ഒന്നായ മിൽക്കി വേയിലെ അതിൽ തന്നെ 10,000 കോടി നക്ഷത്രങ്ങളിൽ ഒന്നായ സൂര്യന്റെ ചുറ്റും കറങ്ങുന്ന 10 ഗ്രഹങ്ങളിൽ ഒന്നാണ് എന്ത്? നമ്മുടെ ഭൂമിയിലെ. ആ ഭൂമിയിലെ ലക്ഷക്കണക്കിന് സ്പീഷീസിൽ ഒന്നാണ് നമ്മൾ. അവരാണ് നമ്മളിങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ഞാൻ എന്തോ ആണ്, ഞാൻ വലിയ തിരക്കിടൊന്നുമില്ല എന്നുള്ള രീതിയിൽ അഹങ്കരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾ വളരെ ചെറുതാണ് ഈ പ്രപഞ്ചത്തിന്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധിക്ക് മുന്നിൽ നമ്മൾ എന്താ പറയുക, വളരെ വളരെ പ്രസ്താവ്യമായ ഒന്നേ അല്ല നമ്മൾ. അപ്പോൾ അത് നമ്മളെ തന്നെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? വിനയാന്വിതരായി മാറും. നമ്മളെ ഈ ആയിരക്കണക്കിന് പ്രോസസ്സുകളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ശരീരത്തിനകത്ത് എന്തിയിട്ടുള്ളത്, സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതിലേതെങ്കിലും ഒന്ന് പണി മുടക്കിയാൽ തീരാവുന്നേ ഉള്ളൂ. നമ്മൾ ഏതെങ്കിലും 100 കണക്കിന് എൻസൈമുകളിൽ ഏതെങ്കിലും ഒന്ന് പണി മുടക്കിയാൽ അവിടെ കെടുക്കും. നമ്മൾ ഒരു തലവേദന എന്നാൽ മതി, അവിടെ കെടുക്കും. നമ്മളെ സാമ്രാജ്യവും നമ്മുടെ ബിസിനസ്സൊക്കെ എന്താവും? വേറുള്ളവർ കൊണ്ടുപോകും. അത്രേ ഉള്ളൂ മനുഷ്യന്റെ അവസ്ഥ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ 3 പാപങ്ങളിൽ നിന്നും, റിയാവട്ടെ, തക്കാസുറാവട്ടെ, കിബ്റാവട്ടെ, എല്ലാത്തിൽ നിന്ന് പരിപൂർണമായി വിട്ടു നിൽക്കാനും വിനയാന്വിതരായിക്കൊണ്ട് മരണപ്പെടാനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും.